നേരത്തെ സംസാരിച്ചിരുന്നു സ്ഥാനാർത്ഥിയാവണമെന്ന് പരസ്പരം ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള വിവരം കിട്ടിയിട്ടില്ല. ഇന്ന് പ്രഖ്യാപിക്കുന്നതാണ് പറഞ്ഞത്. ഇന്ന് പ്രഖ്യാപിക്കുന്നതാണ് എന്നോട് അവർ UDFിൻ്റെ ഉന്നത ലീഡർഷിപ്പ് പറഞ്ഞത്. ബന്ധപ്പെട്ടിരുന്നു. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവുന്നതാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചത് പെട്ടെന്നായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഒരു ഘട്ടം പ്രഖ്യാപിക്കുകയും ബുധനാഴ്ച വേറൊരു ഘട്ടം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് കിട്ടിയ വിവരം. അറിയില്ല, അത് അവർ പ്രഖ്യാപിക്കുന്നതാണ് പറഞ്ഞത്. ഈ മലമ്പുഴയിൽ പല രീതിയിലുള്ള ചർച്ചകളുണ്ട്. ഇല്ല, അങ്ങനെ ഒരു ഞാൻ എല്ലാ താഴെയുള്ള കോൺഗ്രസ് ഫീൽഡിലുള്ള നേതാക്കളുമായിട്ട് UDF നേതാക്കളുമായിട്ട് സംസാരിച്ചു. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നം അവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമല്ലല്ലോ, കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വന്നതല്ലേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പരിഗണനയും അതിൻ്റെ ഒരു സ്വീകാര്യതയും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് കിട്ടുന്ന ഫോൺ വിളികളും എന്നോട് സംസാരിക്കുന്ന താഴെയുള്ള ഫീൽഡിലുള്ള പ്രവർത്തകരും പറയുന്നത് അങ്ങനെയാണ്. അല്ല, ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. UDFിനെ സംബന്ധിച്ചും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും ഇത് 140 മണ്ഡലത്തിലും LDFും UDFും തമ്മിലുള്ള അതിശക്തമായ ഒരു ഫൈറ്റാണ് വരുന്നത്. അത് മലമ്പുഴയിലും അത് പ്രതിഫലിക്കും. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും. അല്ല, അതിന് മുമ്പ് 96 മന്ത്രിസഭയിലെ ഇടക്കാലത്ത് ശിവാസ്മനൻ ധനകാര്യമന്ത്രിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ ഞാനുണ്ടായിരുന്നു. മലമ്പുഴയായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം 10-30 വർഷമായിട്ട് ഞാൻ അവിടെയാണ് സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. ആ മേഖലയിലാണ് തുടങ്ങിയത്. പിന്നീട് SFI പ്രവർത്തകനായി മാറി, നേതാവായി. പിന്നീട് VSൻ്റെ സ്റ്റാഫിൽ വരികയും മലമ്പുഴയുടെ കാര്യങ്ങൾ നോക്കുന്ന ചുമതലക്കാരനായി മാറി. ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്നെ മലമ്പുഴയിലെ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു. പിന്നെ അങ്ങനെ മലമ്പുഴയായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ടായി. പിന്നെ VSൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴും മലമ്പുഴയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത്, VSൻ്റെ തട്ടകം എന്ന് പറയുന്നത്. അങ്ങനെ മലമ്പുഴയായിട്ട് ഏറ്റവും ഹൃദയപൂർവ്വമായിട്ടൊരു ബന്ധമുണ്ട്. ഈ ഒന്നാം ഘട്ടത്തിൽ ഈ പ്രഖ്യാപനം ഇല്ലെങ്കിൽ ഇനിയും പ്രചാരണം ആരംഭിക്കുന്നതിന് വൈകി പോകും. കാരണം അവിടെ BJPയും തീർച്ചയായിട്ടും അത് ഒരു പ്രശ്നം തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇത്ര പെട്ടെന്ന് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. സ്വാഭാവികമായിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരും. നടന്നാൽ ആ പ്രചരണത്തിന് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനം തുടങ്ങും. തീർച്ചയായിട്ടും. വേറെ തടസ്സം നിങ്ങൾ പറയുന്ന തടസ്സമില്ല, ഞാൻ കണ്ടില്ല. ഞാൻ അത്യാവശ്യം എല്ലാ പഞ്ചായത്തിലും അവരുടെ ലീഡർഷിപ്പ്, താഴെയുള്ള ലീഡർഷിപ്പായിട്ട് ബന്ധപ്പെട്ടു. യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു എതിർപ്പോ വിയോജിപ്പോ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്.